ഫേസ് ടു ഫേസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഷിബു നളിനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചുഴിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. സുമി പ്രശാന്തിനോടൊപ്പം രണ്ടാമത്തെ ചിത്രത്തിലാണല്ലോ താങ്കൾ വർക്ക് ചെയ്തത്. ഈ ചിത്രത്തിൽ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ആദ്യത്തെ വർക്ക് ഗൗരി ചെറിയൊരു വർക്കായിരുന്നു. ചുഴിയെ സംബന്ധിച്ച് ചുഴി കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടിയ ഒരു വർക്കായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലൈറ്റുകൾ പിന്നെ നൈറ്റ് സീനുകളൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് നമുക്ക് ഷൂട്ടിങ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറേ ക്രൗഡും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റുകൾ കൂടുതലുണ്ടായിരുന്നു. താങ്കളുടെ മകനും ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. അച്ഛൻ തന്നെയാണോ മകന്റെ റോൾ മോഡൽ? മകൻ അഭിനയിക്കുന്നുണ്ട്. മകനെ ഞാൻ തീരെ ചെറുതിലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ അഭിനയത്തിലോട്ടൊരു ശ്രദ്ധ കൊണ്ടുവന്നതാണ്. പക്ഷെ അവൻ്റേതായ കുറച്ച് സ്വന്തമായിട്ടുള്ള ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം 3-4 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്കളൊരു ചിത്രകാരനാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്? ചിത്രരചന ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. ചിത്രരചനയും ആർട്ട് വർക്കുകൾ ഒക്കെ ചെയ്താണ് നമ്മുടെ പ്രൊഫഷൻ. നിലവിലതാണ്. പിന്നെ അഭിനയം ഇഷ്ടമാണ്. കലാകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് കുറച്ച് അഭിനയിക്കാനും ആഗ്രഹം ഉണ്ടാവും, പാടാൻ ആഗ്രഹം ഉണ്ടാവും. പാട്ട് പാടൂല. അപ്പം അതുപോലെ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെയ്തു നോക്കുന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു കുറേശ്ശെ. താങ്കൾക്ക് ചുഴി എന്ന ചിത്രം ചെയ്തു കഴിഞ്ഞ് ഒത്തിരി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ചുഴിയിൽ വരുമ്പോൾ ചുഴിയിൽ പിന്നെ ആദ്യം ചെയ്ത പിന്നെ സുമിയെ അറിയാം, ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട്. പിന്നെ അറിയാവുന്നത് സിബിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നതും സുമിയെ പരിചയപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഇവരെ രണ്ടുപേരെ മാത്രമേ ചുഴിയിലേക്ക് ഞാൻ എത്തുമ്പോൾ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നല്ലൊരു സൗഹൃദ പോലെയായി. ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ഒരു കുടുംബം പോലെ ആയി കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 2 വർഷമായി ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് പൂർത്തിയായി വന്നപ്പോഴത്തേക്കും. അപ്പോൾ അത്രയും കാലയളവിൽ നമ്മൾ കാണുകയും സംസാരിക്കുകയും പിന്നെ ഗ്രൂപ്പ് വഴി സംസാരവും കണക്ഷനും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും ഇപ്പോൾ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത്. അഭിനയത്തിന് താങ്കളുടെ കുടുംബം നൽകുന്ന പിന്തുണ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ചുഴിയിൽ ഒരു നെഗറ്റീവ് റോളാണെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? കുടുംബത്തെ പിന്തുണ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് ഞെട്ടിപ്പോയി. എന്നാലും പിന്തുണയുണ്ട്. അഭിനയം വേറെ, ജീവിതം വേറെ, അതവർക്കറിയാമല്ലോ. അവരുടെയൊക്കെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ തന്നെ സാധിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ നേടിയിട്ടാണല്ലോ ചുഴി ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്നത്. എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായം? ചുഴിക്ക് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ സുമി എഴുത്തിൽ നിന്ന് ഒരുപാട് നോവലുകളൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ സംവിധാനം എന്ന് പറയുന്നൊരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അവർക്കതിനുള്ള വ്യക്തമായ കഴിവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിവിടെ ഭാഗമായ ഒരു വർക്കിന് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഫേസ് ടു ഫേസിൻ്റെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ചുഴി ആഗസ്റ്റ് 17 ചിങ്ങം 1-ാം തീയതി നിങ്ങളുടെ മുന്നിലേക്ക് മിറാക്കിൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള വളരാൻ ശ്രമിക്കുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഷിബു നളിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.